അതല്ലെങ്കിൽ ആരും കാണാത്ത ഒരു ഭാഗത്താണ് നിധി ഒളിച്ചിരിക്കുക. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവിറ തുറന്നിട്ടുണ്ടോ, അതിന്റെ താട് പൊളിച്ചിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി പോലും ചർച്ച ചെയ്തത്. ആ നിലവറ തുറക്കാൻ പാടില്ല, അതിന്റെ ഉള്ളിലുള്ള നിധിയുടെ വ്യാപ്തി എത്രയാണെന്നറിയില്ല, സ്വർണ്ണാഭരണത്തിന്റെ കണക്കറിയില്ല, വജ്രത്തിന്റെ വ്യാപ്തി അറിയില്ല, അതിന്റെ മൂല്യധനം നിർണയിക്കാൻ കഴിയില്ല. ഇങ്ങനെ നിധി എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തന്നെ അതിന്റെ വില എന്താണ്, അതിന്റെ വ്യാപ്തി എന്താണ്, അതിന്റെ ആഴം എന്താണ് എന്ന് നിർണയിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് നിധിയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഞാൻ അതേപോലെ അതാരാലും നിർവചിക്കാൻ കഴിയാത്ത, ഒരാൾക്കും വില നിശ്ചയിക്കാൻ കഴിയാത്ത, ഒരാളുടെയും ചിന്തകൾക്കോ അറിവുകൾക്കോ ഒതുങ്ങാൻ കഴിയാത്ത ഒരു നിധിയായിരുന്നു ഞാൻ. കുന്തു കൻസൻ മഖൂഫിയ, അങ്ങനെ ആരാലും അറിയപ്പെടാത്ത ഒരു നിധിയായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹു പറയുകയാണ്, ഫഅറത്തു അൻ ഉറഫ, എല്ലാവരും എന്നെ അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ, അള്ളാഹുവിനെ അറിയുക എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോ ആദ്യമായി അള്ളാഹു പറയുകയാ, ഫഅറത്തു അൻ ഉറഫ, ഞാൻ തീരുമാനിച്ചു എല്ലാവരും എന്നെ അറിയണമെന്ന്. അള്ളാഹുവിനെ, ഉടമസ്ഥനെ എല്ലാവരും അറിയണമെന്ന് ഉടമസ്ഥനായ അള്ളാഹു തന്നെ തീരുമാനിച്ചപ്പോൾ അള്ളാഹു പറയുന്നു, അള്ളാഹു എന്താ ചെയ്തത്? ഏതെങ്കിലും ഒരു വിളംബരം പ്രകടിപ്പിക്കുകയല്ല. ഏതെങ്കിലും അറിയപ്പെടാത്തൊരു കാര്യം അറിയണമെങ്കിൽ അത് പരസ്യമാക്കാൻ വേണ്ടി പലവിധ പോംവടികൾ നമ്മുടെ മുമ്പിലുള്ളതുപോലെ അള്ളാഹു പറയുകയാണ്, ആരാലും അറിയപ്പെടാത്തൊരു മഹാനിധി കുംഭമായി നിന്ന ഞാൻ എല്ലാവരാലും അറിയപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ, അങ്ങനെ എല്ലാവരും എന്നെ അറിയണമെന്ന വിദ്യയുടെ ഒരേ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന്റെ ഉള്ളിലിരുന്ന് കാണുകയും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ദിട്ടുകൾക്ക് ഗോചരവും അഗോചരവുമായ, ചേതനവും അചേതനവുമായ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കോടാനു കോടി സൃഷ്ടികള് ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചെന്ന് അല്ലാഹു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഫഖലഖതു ഖലായിക കുല്ലഹാ, ഈ പ്രപഞ്ചത്തിൽ എന്നെ അറിയാനുള്ള തീരുമാനത്തിന്റെ ഉപോത്ബലകമായി ഞാൻ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കാനുള്ള കാരണമതാ. ആകാശത്തെ സൃഷ്ടിക്കാനും ഭൂമിയെ സൃഷ്ടിക്കാനും ജിന്നിനെ സൃഷ്ടിക്കാനും മനുഷ്യനെ സൃഷ്ടിക്കാനും ലോകത്തുള്ള സർവ്വലോക കോടാനുകോടി ജീവജാലങ്ങളെ അതിലേറ്റവും ഉത്തമനായി വലക്കത് കറംനാ ബനീ ആദം, അതിലേറ്റവും മഹാനായി ആദമിന്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചതും എന്നെ അറിയാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഴ അനുഗ്രഹമാണോ അതല്ല നിരാശയാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ മഴ പെയ്യുക, ഇൻഷാ അല്ലാഹ് എല്ലാരും സൈഡിലോട്ടൊക്കെ മാറി നിൽക്കുന്നു. ഞാനിപ്പോ അടുത്ത് കടുവാപ്പള്ളി പ്രസംഗിച്ചു, നല്ല മഴയാ. ഇതിന്റെ പരിസരത്ത് പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക? മഴ ഇപ്പൊ നിൽക്കുന്ന ഒരു 5 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ മഴ നിൽക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും 3 സലാത്തിൽ ഉറക്ക സല്ലല്ലാഹു അലാ മുഹമ്മദ്. എത്ര ഉറക്ക ചെല്ലുന്നു അനുസരിച്ച് ഇൻഷാ അല്ലാഹ് മഴ ഇപ്പൊ മാറും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചതമ്പുരാനെ, ഉടമസ്ഥനെ, മദീനയുടെ പുൽക്കൊടികൾ പോലും പരിഞ്ഞു പോകുമ്പോ മദീന മുനവ്വറയുടെ താഴ്വാരത്തേക്ക് കടന്നു വന്നിട്ട് യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, നാൽക്കാലികൾ വിശന്ന് കരയുകയാണ്, വയലേലകൾ വറ്റി വരണ്ടു പോവുകയാണ്, ഞങ്ങൾക്കും മഴ വേണം തിരുദൂതരെ എന്ന് മദീനത്തിന്റെ സ്വാർത്ഥവാക സംഘം പറയുമ്പോ ആകാശത്തേക്ക് റിസാലത്തിന്റെ വിരൽ ഉയർത്തിയിട്ട് അല്ലാഹുവേ ചോദിച്ചാലും തളരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, ഈ ജനതക്കും മഴ വർഷിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഏത് റിസാലത്തിന്റെ പൂങ്കരങ്ങളാണോ, ഏത് റിസാലത്തിന്റെ നാവുകളാണോ
കരത്തിന്റെ പുറകെ നാവിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് മദീനയിൽ മടത്തിമുർപ്പിച്ച് വെയ്യവനെ തമ്പുരാനെ. അവസാനം മദീനയുടെ മലയോരങ്ങൾ മടവെള്ളത്തിൽ തിമിർത്ത് കളിക്കുമ്പോ മദീനബിയെ യാ റസൂലല്ലാഹ്, അതേ മദീനത്തെ കോടി വന്ന് മദീനബിയെ ഞങ്ങൾക്ക് മഴ മതി, ഇത് നിർത്താൻ പറയൂ തിരുദൂതരെ എന്ന് പറയുമ്പോ അതേ റിസാലത്തിന്റെ വിരലുകൾ ആകാശത്തിന്റെ കാർമേഘത്തിന്റെ നേരെ പറയുമ്പോ അല്ലാഹുവേ മതി, അല്ലാഹുവേ നിന്റെ ഖജനാവിന്റെ നിർബാധമായ അനുസ്യൂതമായ പ്രവാഹം ഞങ്ങളുടെ വയറ് നിറച്ചു തമ്പുരാനെ. ഞങ്ങളുടെ വയലേലകൾ പുഷ്പിതമായി, ഞങ്ങളുടെ നാൽക്കാലികളുടെ വയറ് നിറഞ്ഞു അല്ലാഹുവേ. മതി തമ്പുരാനെ എന്ന് പറയുമ്പോ ആവശ്യാനുസരണം മട നൽകിയിട്ട് അത് മദീനത്തിന്റെ മണ്ണിൽ നിന്ന് മതി എന്ന് തീരുമാനിച്ച ലോകത്തിന്റെ ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ, അല്ലാഹുവേ നിന്നെ അടിമകൾ ഞങ്ങൾ, നിന്നെ കുറിച്ച് പറയാൻ വന്നവർ, നിന്നെ കുറിച്ച് കേൾക്കാൻ വന്നവർ, നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ വന്നവർ. അല്ലാഹുവേ അല്ലാഹുവേ ഈ മഴ നിന്റെ അനുഗ്രഹമാണ്, ഈ മഴ നിന്റെ ആദാബുമാണ്. ഒരു സമൂഹത്തെ നീ തകർത്തെറിഞ്ഞത് ഈ മഴ കൊണ്ടാണ് അല്ലാഹുവേ. ഇന്നും ജമ്മു കാശ്മീരിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ജനങ്ങൾ ഈ മഴവെള്ളപ്പാച്ചിലിൽ ഹതാശരായി. ഭക്ഷണമില്ല, വെള്ളമില്ല. ഈ ജമ്മു കാശ്മീരിലെ ഗംഗാ നദീതടമടക്കമുള്ളവ ഏതാണ്ട് 1000 അടിയോളം മഴവെള്ളപ്പാച്ചിൽ വരുമ്പോഴും ഇന്ന് രാവിലെ പത്രത്തിലെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, വെള്ളം കുടിക്കാനില്ലാതെ കാശ്മീരിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണത്രേ. എന്താണ് കേൾക്കുന്നത്? ഇതാണ് അല്ലാഹുവിനെ അറിയുക. കാശ്മീര് മുഴുവനും വെള്ളത്തിൽ മുങ്ങുമ്പോഴും വൈദ്യുതി നഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകളിൽ കുന്നുകളുടെ മുകളിൽ ഓടിയെത്തിയവർ, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലത്രേ. പണ്ട് CH പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ്, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. സീതി ഹാജിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു സായിപ്പിന്റെ ഇംഗ്ലീഷ് പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്തതാണ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ. എല്ലായിടത്തും വെള്ളമാണ്. സഹോദരങ്ങളെ, ഇതാണ് പടച്ച തമ്പുരാന്. അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഫളൽതും തഫക്കഹൂൻ. അല്ലാഹു പറയുകയാണ്, മനുഷ്യ ആകാശത്തേക്ക് നോക്കടാ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നതാരാണ്? അഫറഅയ്തും മാ തഹ്റുസൂൻ, ആകാശത്ത് നിന്ന് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. വിശക്കുമ്പോൾ, ദാഹപരവശരാകുമ്പോ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തുള്ളി നിങ്ങൾക്ക് തന്നതാരാണ്? അല്ലാഹുവിനെ അറിയുക എന്ന വിഷയം പറയുമ്പോ പെയ്തൊടിഞ്ഞു പോയ ഒരു ചെറിയ മഴത്തുള്ളിയുടെ മുകളിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ എന്റെ വിഷയത്തെ കൊണ്ടുപോവുകയാണ്. മഴത്തുള്ളി കാണുമ്പോൾ പടച്ച റബ്ബിനെ ഓർക്കുക. അല്ലാഹു ചോദിക്കുകയാണ്, നിനക്ക് കുടിവെള്ളം തരുന്നതാരടാ? നീ വിളിക്കുന്ന പ്രാർത്ഥനാ ദൈവങ്ങളോ, നിന്റെ മനുഷ്യാവതാരങ്ങളോ, നിന്റെ ഏതെങ്കിലും അവതാരങ്ങളല്ല. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികളെ നിർണയിക്കുന്നത് ഞാനാ. അല്ലാഹു ചോദിക്കുകയാണ്, ലൗ നശാഉ ലജഅൽനാഹു ഉജാജാ, ഞാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കാർമേഘങ്ങളെ ഞാൻ പിടിച്ചു നിർത്തുമായിരുന്നു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി നീ ദാഹപരവശനായി നടന്നു പോകുമായിരുന്നു. വെള്ളം എന്റെ അനുഗ്രഹമാണ്, മഴത്തുള്ളികൾ എന്റെ അനുഗ്രഹമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട്. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വ സമാനിയത അയ്യാം. അല്ലാഹു പറയുകയാണ്, 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന ഒരു പേമാരി തിമിർത്ത് പെയ്തപ്പോ ജമ്മു കാശ്മീരിൽ 3 ദിവസമായി മഴ പെയ്തൊടിഞ്ഞപ്പോ കേന്ദ്രസേനയ്ക്ക് പോലും ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലത്രേ. സഹായിക്കാൻ പോയ കേന്ദ്രസേനയെ ജമ്മു കാശ്മീരിലെ സാധാരണ ജനങ്ങൾ ആക്രമിച്ചുവത്രേ, അവരെ പിടിച്ചു നിർത്തിയത്രേ. അല്ലാഹു പറയുകയാണ്, 3 ദിവസത്തെ പ്രളയം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീർ ഒറ്റപ്പെട്ടു
വിട്ടുപോകുമ്പോ അല്ല പറയുകയാണ് 7 പകലും 8 രാത്രിയും നീണ്ടു നിന്ന ഒരു പേമാരി, ആ പേമാരി പെയ്തപ്പോഴാണ്, ആ മഴ പെയ്തപ്പോഴാണ് കൊന്ന തെങ്ങിനേക്കാൾ വലിപ്പമുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദില്ലതി ലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത, അടിവരയിട്ട് പഠിക്കുക, ഇതേവരെ ലോക ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്രയും ബൃഹത്തായ കൊന്ന തെങ്ങിനേക്കാൾ വലിപ്പമുണ്ടായിരുന്ന മനുഷ്യരെ ആ മഴ കൊണ്ടാണ് ഞാൻ തകർത്തെറിഞ്ഞത്, ആ മഴയാണ് തകർത്തെറിഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഞാൻ ഈ പറയുന്നത് ഖുർആൻ മാത്രം. വേറൊരു ഭാഗത്ത് ഒരു സമൂഹത്തെ തകർത്തെറിഞ്ഞ കഥ പറഞ്ഞിട്ട് നിന്നേക്കാൾ വലിയ നെഞ്ചൂക്കുള്ള, നിന്നേക്കാൾ കരുത്തുള്ള, നിന്നേക്കാൾ വലിയവരായ ഒരു ജനതയെ തെമ്മാടിത്തരം കാണിച്ചപ്പം മഴ കൊണ്ട് നശിപ്പിച്ചവനാ ഞാൻ. അതുകൊണ്ട് വഖുലിൽ ഹംദുലില്ലാഹ്, ഖുർആൻ അറിയുമെങ്കിൽ ഓതുക. അല്ലാഹു പറയുകയാണ് വഅംതർനാ അലൈഹിം മതറാ, അവർക്ക് ഞാൻ മഴ പെയ്തപ്പോ, ആ മഴ കൊണ്ട് ഞാൻ അവരെ തകർത്തെറിഞ്ഞപ്പോ മഴ പെയ്യുന്നത് കണ്ടാൽ വഖുലുൽ ഹംദുലില്ലാഹ്, നിങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് എന്ന് പറയണേ. ഏത് സമയത്തും മഴ പെയ്താലും പോരേടെ മുസ്ലിം ജമാഅത്തിന്റെ സംഘാടക സമിതിക്കുണ്ടാവാം, റബ്ബേ ഈ സമയത്തും മഴ പെയ്തു പോയല്ലോ, രണ്ടാമത് മാറ്റിവെച്ച പരിപാടിയാ, നഊദു ബില്ലാഹ് തോന്നുന്നുണ്ടാവും. ഞാൻ പറയുന്നു മഴ പെയ്യുന്നത് കണ്ടാൽ ആ സമയത്ത് നിങ്ങൾ പറയേണ്ടതെന്താ? ഞാനല്ല, അല്ലാഹ് പറയുകയാ വഖുലിൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്തുകൊണ്ടാ പറയേണ്ടത്? ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും താഴെയുള്ള മേഘം 10,000 കിലോമീറ്റർ മുകളിലാ നിൽക്കുക, ഏറ്റവും താഴ്ഭാഗത്തുള്ള മേഘം 10,000 കിലോമീറ്റർ മുകളിലാണ്. അവിടെ നിന്നൊരു മഴത്തുള്ളി താഴോട്ട് വരുമ്പോ 1 മണിക്കൂറിൽ 900 കിലോമീറ്റർ സ്പീഡിലാ ഒരു മഴത്തുള്ളി വരിക. ആ മഴത്തുള്ളി അതേ വരുന്ന സ്പീഡിലെങ്ങാനും നമ്മുടെ തലയിലെങ്ങാനും വന്നു പതിച്ചാ പൊന്നുമോനെ നിന്റെ തലച്ചോറ് ചിതറിപ്പോകുന്ന വേഗതയാ. അത്രയും വേഗതയിൽ അല്ലാഹു വിടുന്ന ഈ മഴത്തുള്ളി മനുഷ്യൻ താമസിക്കുന്ന ഭൂമിയുടെ 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ 1 മണിക്കൂറിൽ 900 കിലോമീറ്റർ എന്ന സ്പീഡ് 1 മണിക്കൂറിൽ 7 കിലോമീറ്റർ ആയി കുറയുകയാണ്. ആ സ്പീഡ് കുറഞ്ഞ മഴത്തുള്ളിയാണ് നമ്മുടെ തലയിലെത്തുക. അപ്പൊ ആദ്യഗോത്രം തകർന്നതെങ്ങനെയാ? അവരെ മുകളിലെത്തിയപ്പോ 1 കിലോമീറ്റർ മുകളിലെത്തിയപ്പോ അല്ലാഹു മഴത്തുള്ളിയുടെ വേഗത കുറച്ചില്ല. അതേ വേഗതയിൽ വന്ന മഴത്തുള്ളി തലയിൽ ചെറിച്ച് തലച്ചോറ് ചിതറിത്തെറിച്ചു മരിച്ചപ്പോ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആ സംവിധാനം ഒരുക്കി തന്ന് ആ മഴത്തുള്ളി 1 കിലോമീറ്റർ മുകളിലെത്തുമ്പോ വേഗത കുറച്ച് തന്ന എന്നെ വഖുലിൽ ഹംദുലില്ലാഹ്, നിങ്ങൾ സർവസ്തുതിയും എനിക്കാണെന്ന് പറഞ്ഞോ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത് പോരേടത്തെ പള്ളി മദ്രസയിൽ ഏതാണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മൾ ചെന്നിരിക്കുമ്പോ ആദ്യമായി പരകബെഞ്ചിലിരിക്കുമ്പോ ഉസ്താദ് പറയാറുണ്ട്, ഈമാൻ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇസ്ലാം കാര്യം പഠിപ്പിക്കുമ്പോ അന്ന് നമ്മൾ ആദ്യമായിട്ട് കേട്ടതാണ് തുഅ്മിന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാ. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിലുള്ള വിശ്വാസമാ. എന്താ പടച്ചറപ്പിലുള്ള വിശ്വാസം? എന്താ പൊന്നുമോനെ? പടച്ചറപ്പിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആകാശത്ത് തിമിർത്തു പെയ്യുന്ന മഴത്തുള്ളികളുടെ പുറകിൽ പോലും എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ സർവവ്യാപിയായ എന്റെ അല്ലാഹുവിന്റെ ഇടപെടലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം പറഞ്ഞ ഹദീസിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ. അല്ലാഹു പറയുകയാണ്, എന്നെ എല്ലാവരും അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഫഖലഖതുൽ ഖലായിക കുല്ലഹാ, എല്ലാ ജീവജാലങ്ങളെ ഞാൻ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അല്ലാഹു പറയാ. അതുകൊണ്ട് മഴ പെയ്യുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാ.
പക്ഷികൾക്ക് പോലും അള്ളാനെ അറിഞ്ഞിട്ടുണ്ട്. അറിയാത്ത ഒരേ ഒരു വർഗം അല്ലെ പക്ഷികളുടെ. അതെ, പക്ഷി പറക്കുന്നു, ഫ്ലൈറ്റും പറക്കുന്നു, വിമാനവും പറക്കുന്നു. പക്ഷിക്ക് പേടിയുണ്ട് ഈ രണ്ട് ചിറക്. അള്ളാഹുടെ കുദറത്ത്, വേറൊരു സംവിധാനം അതിനകത്തില്ല. ഫ്ലൈറ്റിൽ പിന്നെ സംവിധാനമുണ്ട്. ചില ഫ്ലൈറ്റുകൾ, ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റുകളൊക്കെ സമുദ്രത്തിൽ പോലും ലാൻഡ് ചെയ്യാൻ പറ്റും. ചില ഫ്ലൈറ്റുകൾ അടിയന്തര ഘട്ടത്തിൽ കടലിൽ പോലും ലാൻഡ് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സംവിധാനം ഫ്ലൈറ്റിനുണ്ട്. ആ സംവിധാനം പോലും പരിന്തിനോ കഴുകനോ ഇല്ല. പക്ഷെ പറക്കുമ്പോൾ അതിനറിയാം അള്ളാഹുവിന്റെ കുദറത്താണ്. ചിറകൊന്ന് തളർന്ന താഴെ വീഴും, മക്കൾ പട്ടിണിയിലാവും. അതുകൊണ്ട് അവർ അള്ളാനെ അറിഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. പക്ഷികൾക്ക് രണ്ട് ജോലിയേ ഉള്ളൂ. ഖുർആനാണ് ഒന്ന്, കുല്ലൻ ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹു. ഒന്ന് നിസ്കരിക്കുക, രണ്ട് തസ്ബീഹ്. ഈ രണ്ട് ജോലി നമുക്കില്ല. ഓരോന്നും ഞാൻ ഉദാഹരണ സഹിതം ഖുർആനിൽ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. പറയുന്ന കാര്യം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക. വഅളെന്ന് പറഞ്ഞാൽ വെറും ഒരു ആസ്വാദനം മാത്രമാവാൻ പാടില്ല, കൽബിലോട്ട് ഇറങ്ങണം. യഥാർത്ഥത്തിൽ അതേപോലെ അല്ല ഫ്ലൈറ്റിൽ സഞ്ചരിക്കുക അല്ലേ? എത്രയോ യാത്രയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ട് എല്ലാം മുസ്ലിമാണ്, അല്ലാത്ത ആളുകളൊന്നും അല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ദുബൈയിൽ യാത്ര ചെയ്യുമ്പോ അടുത്തിരുന്ന ഒരാൾ ഹിന്ദുവാണ്, ഹൈന്ദവ സഹോദരനാണ്. അയാൾ എന്റെ അടുക്കൽ ഇരുന്ന് കുറെ നേരം സംസാരിച്ചു. അടുത്ത സീറ്റിലാണ്, പരസ്പരം സംസാരിച്ചു. അപ്പോ എന്റെ യാത്രാനുഭവമാണ്. കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ ആകാശത്തിലെ ആ മലക്ക് വന്നു, വെള്ള മലക്ക്, എയർ ഹോസ്റ്റസ്. ആ മലക്ക് വന്നിട്ട് മെനു കൊടുത്തു. അപ്പൊ ഈ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇമാം, ഞാനൊരൽപ്പം ഡ്രിങ്ക്സ് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ എന്ത് പറയാൻ പറഞ്ഞു, എനിക്ക് അത്ര ഇഷ്ടമല്ല, പിന്നെ നിങ്ങൾ ഇഷ്ടം. അയാൾ കുടിച്ചില്ല. ഈ ലാസ്റ്റ് യാത്ര ഞാൻ ദുബൈയിൽ നിന്നപ്പോ ഞാൻ പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, ഞങ്ങളത് ഉപയോഗിക്കാറില്ല, എന്തിനാണ് വെറുതെ ഈ ശരീരത്തിന് ദൂഷ്യമുണ്ട്. ആ മനുഷ്യൻ വേണ്ടെന്ന് അയാൾ കുടിച്ചില്ല. അവിടെ നമ്മുടെ എവിടെയും ആളായിരുന്നെങ്കിൽ എന്നെ തൊപ്പിക്കാളെ രണ്ടെണ്ണം കൂടെ കുടിച്ചാൽ. മലപ്പുറം ജില്ലയിലെ പള്ളിയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിന്റെ മിനാരത്തിന്റെ മുകളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് മലപ്പുറത്തെ ചെറുപ്പക്കാര് ഫ്ലെക്സ് കെട്ടി. എന്താണെന്നറിയോ, മൊല്ലാക്ക അങ്ങനെ പലതും പറയും, പക്ഷെ കപ്പ് ബ്രസീലിന് തന്നെ. ഫ്ലെക്സ് കെട്ടി. അന്നത്തെ വെള്ളിയാഴ്ച ഖത്തീബ് വേൾഡ് കപ്പിനെതിരെ സംസാരിച്ചു. ചെറുപ്പക്കാർ ഖത്തീബിനോടുള്ള ദേഷ്യത്തിന് ഖത്തീബിന്റെ നെഞ്ചിന് നേരെ ഫ്ലെക്സ് കെട്ടി. ആ ഹൈന്ദവ സഹോദരൻ ഞാനത് പറഞ്ഞപ്പോ കുടിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇത് അറിയാത്തത് ആരെക്കുറിച്ച് മാത്രമാണ്? മനുഷ്യന് മാത്രം. ഇതൊക്കെ വളരെ അള്ളാഹു തന്നെ പറയുന്നതാണ്. ഇത് ഫ്ലൈറ്റ് പക്ഷിയുടെ അതേ സംവിധാനത്തില. അതിലിരുന്ന് കുടിക്കുമ്പോ ആ സമയത്തും അള്ളാഹുവിനെ മറക്കുമ്പോ ഇത് അള്ളാനെ തിരിച്ചറിയാത്ത ഒരേ ഒരു വർഗം മനുഷ്യനാണ്. ജിന്നുകൾ പോലും മനുഷ്യനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഗമാണ് ജിന്ന്. ജിന്നിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ജിന്നിനെ കണ്ടിട്ടില്ല. കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പോയി കണ്ടോളാവോ. ഇന്ന് വാതിൽ കഴിഞ്ഞ് പോയിട്ട് പോരേടം പള്ളിയുടെ മെയിൻ വാതിലുണ്ടല്ലോ, മെയിൻ എൻട്രൻസ്, അതിന്റെ മുമ്പിൽ പോയിട്ട് വാതിലിന്റെ നേരെ നീണ്ടു നിവർന്നങ്ങ് കിടക്കണം. രാത്രി 2 മണിയൊക്കെ ആകുമ്പോ കാണും. മെയിൻ വാതിലിന്റെ നേരെ അങ്ങനെ നീണ്ടു നിവർന്നങ്ങ് കിടക്കും. രാത്രി 2 മണിയൊക്കെ ആകുമ്പോ ജിന്നുകളൊക്കെ. മനുഷ്യനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വർഗമാണ് ജിന്ന്. ആ ജിന്നുകൾ മനുഷ്യനെ പോലെ തന്നെ നമസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ജിന്നുകളിൽ 2 വിഭാഗമുണ്ട്. നല്ല ജിന്നുമുണ്ട്, മോശം ജിന്നുമുണ്ട്. മനുഷ്യരിൽ തന്നെ നല്ല ആളുകളും തെമ്മാടികളും ഉള്ളതുപോലെ ജിന്നുകളിൽ നല്ല ജിന്നുമുണ്ട്, മോശമായ ജിന്നുകളുമുണ്ട്. ഈ മോശമായ ജിന്നുകളെയാണ് ഈ പലപ്പോഴും ചാത്തന്മാരെന്നൊക്കെ പേരിൽ സേവ നടത്തുന്ന ആളുകൾ മോശമായ ജിന്നുകളെ കുറിച്ചിട്ടാണ് ഇത് പറയുക. അതൊക്കെ വേറെ വലിയ വിഷയം. ആ വിഷയത്തിലേക്ക് നമുക്ക് തൽക്കാലം നടക്കേണ്ട. പെണ്ണുങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ രാത്രി. ആ ജിന്നുകളിൽ പ്രധാനപ്പെട്ട ഭാഗം
അവരും അല്ലാഹുവിനെ കൃത്യമായിട്ട് അറിഞ്ഞവരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, റക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കവേ സൂറത്തുർ റഹ്മാനാണ് പഠിപ്പിക്കുന്നത്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കവേ ഓരോ ആയത്തുകൾ എത്തിയപ്പോഴും അല്ലാഹുവിന്റെ റസൂലോടാൻ തുടങ്ങി. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ മറദൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കവേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ ഇത്രയേറെ ആയത്തുകൾ ഓതിയിട്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ആയത്തുകൾ ഓതിയിട്ട് എന്തേ നിങ്ങൾ സുജൂദ് ചെയ്യുന്നില്ല? ഞാൻ ഈ ഓടുന്ന ഖുർആൻ കേട്ടുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ ജിന്നുകളുമുണ്ട്. ആ ജിന്നുകളെല്ലാം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. നിങ്ങൾ മാത്രം എന്തേ സുജൂദ് ചെയ്യില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എത്ര പതിനായിരക്കണക്കിന് ജിന്നുകളാണ് വന്നത്. ഇന്നും ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ മക്കയുടെ മറുഭാഗത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ മസ്ജിദുൽ ജിന്ന് എന്നാണ്. ആ പള്ളിയുടെ പേര് തന്നെ ജിന്നിന്റെ പള്ളി. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂലും ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ഹബീബായ നബിയുടെ ഖുർആൻ കേൾക്കാൻ, ആ ഖുർആൻ കേട്ടിട്ട് പൊട്ടിക്കരയാണ്, അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പൊട്ടിക്കരയാൻ എത്രയോ ജിന്നുകളാണ് വന്നത്. മലക്കുകൾക്ക് പോലെ ജിന്നുകൾക്ക് പോലെ ഈ പറവകളെ പോലെ എല്ലാം അല്ലാഹുവിനെ സ്തുതിക്കുമ്പോ, എല്ലാം പടച്ചറപ്പിന്റെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ, എല്ലാം അറിയുന്ന മനുഷ്യ, ഞാൻ പടച്ച മനുഷ്യ, ഞാൻ ബഹുമാനിച്ച മനുഷ്യ, എല്ലാം തന്ന മനുഷ്യ, നീ മാത്രം എന്തേ പടച്ചറപ്പിനെ തിരിച്ചറിയുന്നില്ല? അല്ലാഹു പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാ. ഇബാദത്തല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല. അല്ലാഹുവിനെ അറിയലല്ലാതെ ലക്ഷ്യമില്ല. അല്ലാഹു പറയുകയാണ്, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഒരു വാപ്പ കട്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് എന്തിനാ? രാവിലെ മുതൽ വൈകുന്നേരം, അല്ലെങ്കിൽ വൈകുന്നേരം പോരേടം ചന്തയിൽ വന്നിട്ട് മീൻ വെക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, ആ പാവപ്പെട്ടവൻ മീൻ വെക്കുന്നത് എന്തിനു വേണ്ടിയാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിക്കലോ പോരേടത്തുള്ള ക്രസറിൽ പോയി പാറക്കല്ലുകളോട് കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട പിതാവ് മക്കളെ വളർത്തുന്നത് എന്തിനാ? വാർദ്ധക്യകാലത്ത് താനൊന്ന് കിടക്കുമ്പോ തന്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ, നാളെ തന്റെ മക്കളുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങിച്ചു കൊടുക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വാപ്പ മക്കളെ പോലും വളർത്തുന്നതെങ്കിൽ അല്ലാഹു പറയുക, നിനക്ക് ഭക്ഷണം തരുന്ന, നിനക്ക് ആയുസ് തന്ന, നിനക്ക് മക്കളെ തന്ന, നിനക്ക് സൗന്ദര്യം തന്ന, നിനക്ക് കൈ തന്ന, നിനക്ക് കാല് തന്ന, നിനക്ക് മസ്തിഷ്കം തന്ന, നിനക്ക് ബുദ്ധി തന്ന, നിനക്ക് കച്ചവടം തന്ന, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തന്ന ഞാൻ, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പിടി ഭക്ഷണം പോലും നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല മനുഷ്യ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇബാദത്ത് മാത്രമാ, എന്നെ അറിഞ്ഞ് ജീവിക്കൽ മാത്രമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എന്റെ വിഷയത്തിന്റെ ഭാഗമായി അല്ലാഹുവിനെ അറിയുക, പടച്ച റബ്ബിനെ അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാരാ? അവൻ നമ്മളോട് ചോദിച്ചതെന്താ? അവൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടതെന്താ? അവനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാ? അല്ലാഹു നമുക്കത് അറിയാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.